കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഇതുപോലത്തെ ഒരു കിട്ടിലം പരിപാടി വേറെ ഇല്ല. എന്റെ ദൈവമേ, ചിരിച്ച് 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 ചാനല് മാത്രമല്ല, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വേറെ ലെവല് റേഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാരും കോമഡി മാസ്റ്റേഴ്സ് ഹലോ കോമഡി മാസ്റ്റേഴ്സ് ഞങ്ങളുടെ ആൾക്കാർ പ്രോഗ്രാം ഒന്നും ഇവിടെ കണ്ടില്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ 2 ആങ്കേഴ്സ് ഒരു വേദിയിൽ വന്നാൽ ശരിയാവില്ല. ആര് പറഞ്ഞു? ഡാൻസ് കളിക്കുന്നുണ്ടോ? വല്ല പരിപാടി ഉണ്ടോ? പാട്ട് പാടുന്നുണ്ടോ? സ്കിറ്റ് ഉണ്ടോ? എന്നാ കുറച്ചൊക്കെ മാറിയേക്ക്. ഇനി ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ പരിപാടി അല്ലേ വേണ്ടേ? ശരത് സാർ വേണ്ടേ? സൂപ്പർ സ്റ്റാറിന് കൈയടിയില്ലേ? കൈയടി ചോദിച്ചു വാങ്ങാനൊക്കെ ആരും തരും. ആരാ വരാൻ പോന്നെന്ന് അറിയണോ? അത് എന്നോടാണോ ചോദിക്കുന്നത്? അയ്യേ, അറിയില്ല. ആര് പറഞ്ഞു? എനിക്ക് പറഞ്ഞു. ഇവിടെ ഞങ്ങളുടെ ആൾക്കാരെ ആരാ വരാൻ പോകുന്നത്? ശരത് സാറിന്റെ പാട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ മുത്തുമണി മഞ്ജരി ചേച്ചി. സോ ലെറ്റ്സ് വെൽക്കം മഞ്ജരി. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല. കോലത്തിരി വാഴുന്ന നാട്ടിലെ വലിയക്കാരനെ കണ്ട് കൊതിക്കും, നിലത്തുള്ളൊരമ്പ തോരന്നേരം കണ്ടു കളിയാക്കും, സാമോദരി കോലത്തെയാണങ്ങ മുല്ലപ്പൂ വാസന ഏറ്റ് മയങ്ങും, വാലിൽ തന്നെ കണ്ണെഴുതിക്കാൻ വാർമുകിലോടി വരും, പൂരം പൊടി പാറിയിട്ടും പൂരക്കളിയാടിയിട്ടും നോക്കിയില്ല നീ, എന്നിട്ടും നീ എന്റെ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല. കൊലച്ചു വെച്ചൊരു കരിമ്പു വില്ലൊത്ത പടത്തലവാ, വാളെടുത്ത് വീശല്ലേ ഞാനത് മുരിക്കും പൂവാക്കും, അല്ലിമലർ കുളക്കടവിലയലുതി പെണ്ണുങ്ങ കണ്ടുപിടിക്കും, നാട്ടു നടപ്പൊത്തവർ നമ്മളെ കെട്ട് നടപ്പാക്കും, എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ, എന്നിട്ടും നീ എന്ത്. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല. മഞ്ജരി ചേച്ചി, ഞങ്ങള് സൂപ്പർ സ്റ്റാറിൽ തന്നെ ഈ പാട്ട് നമ്മൾ ഒരുപാട് തവണ ചേച്ചിയെ കൊണ്ട് പാടിച്ചല്ലേ, വീണ്ടും വീണ്ടും ഇത് കേൾക്കാനുള്ള ഒരു കൊതി അല്ലേ ശരത് സാർ? യെസ് ചേച്ചി. ശരത് സാർ ഇന്ന് ഇവിടെ തലയാട്ടേ ഉള്ളൂ, മൈക്കില്ല. ആദ്യം നമ്മുടെ ആനി ചേച്ചീനെ എനിക്ക് ഭയങ്കര കാര്യം. പക്ഷെ അമൃതയിലാണ് ആദ്യമായിട്ട് ഞാനൊരു കുക്കിംഗ് പരിപാടിയിൽ വന്ന് ഗസ്റ്റ് ആയിട്ടിരുന്നത്. അന്ന് ചേച്ചി ഉണ്ടാക്കി തന്ന മീൻകറിയാ. എനിക്ക് അത് ശരിക്കും ഓർമ്മയില്ല. പക്ഷെ ഒരു ഒന്നൊന്നര കറിയായിരുന്നു അത്. ഞാനത് ഇരുന്ന് കഴിച്ച് എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ, കുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു തന്ന്. അപ്പം ചേച്ചിയുടെ ഇപ്പൊ പല വിഭവങ്ങളും ഞാനതില് ചിലത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ചേച്ചി അറിയാതെ ഒരു സംഭവം ഞാൻ ചെയ്തു. അമൃത ടിവിയില് നമ്മുടെ ശരത് സാർ എന്നെ വെല്ലുവിളിച്ചു. എന്നോട് ചോദിച്ചു, മഞ്ജരിക്ക് കുക്കിംഗ് ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കി. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര ഹെൽത്തി ആണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞില്ല ഞാനാന്ന്. കാരണം ശരത് സാർ അല്ലേ, അതെ, അവിടെ കാണുന്ന പ്രേക്ഷകര് മുഴുവനും അവർക്കറിയാം സാറ് കളിയാക്കി വിടുന്നുള്ളത്. ഞാൻ ആണെന്ന് പറഞ്ഞില്ല ആദ്യം. അത് സ്പെഷ്യൽ ആയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആനി ചേച്ചിയുടെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് ഇത് കഴിക്കാൻ കൊടുത്തത്. എല്ലാരും കഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഇത്തവണത്തെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്തവണത്തെ ഓണമൊക്കെ ഗംഭീരമാണ്. കാരണം കൂടുതലും ഓണം എന്ന് പറയുന്നത് അമൃത ടിവിയോടൊപ്പമാണ്. കാരണം ഓരോ ദിവസം നമ്മൾ കുട്ടികളുടെ പാട്ട് കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം സംഗീതത്തിനോടൊപ്പം തന്നെ ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നതിൽ പരം സന്തോഷം വേറെ ഇല്ല. ചേച്ചി ഒരു സെക്കൻഡ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. യെസ്, ചേച്ചി ഒന്ന് പോയിരുന്നു. ചേച്ചിയായിട്ട് പ്രശ്നം ചേച്ചി ഹാപ്പിയാണോ? ചേച്ചിയായിട്ട് ഒരു പ്രശ്നമില്ല. ചേച്ചിനെ ഞാൻ വിടുന്നില്ല. ചേച്ചി പൊക്കോ. ആണോ? അലീനയോട് പറഞ്ഞില്ല. സുന്ദരിയാണ് അലീന. അത്രയ്ക്കൊന്നും വേണ്ട ചേച്ചി, പൊക്കോ. ചേച്ചിയിലുണ്ടല്ലോ എനിക്ക് വേണ്ടി. പോയിക്കോ ചേച്ചി. ചേച്ചി ഫ്രണ്ട് ഇരുന്ന എന്നാ വീണ്ടും ചേച്ചി കാണാം. പാട്ട് പാടി കഴിഞ്ഞാൽ വീണ്ടും കാണാം. പോയിക്കോളും.